ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അമ്മേനെ കണ്ടിട്ട് കൊറേ ദിവസമായി. അതെ, ഇന്ന് വേഗം വന്നല്ലേ. അങ്ങനെ വീട്ടു പണിയെല്ലാം ആയി. അപ്പൊ അങ്ങനെ ഒന്ന് പോയിട്ട് വരാം അല്ലേ. കുട്ടീനെ കൊടുന്നേ. അപ്പോ നമ്മുടെ പൂച്ച ഫസ്റ്റത്തെ അത് എവിടെ പോയിന്ന് അറിയില്ല. അങ്ങനെ അതിന് രണ്ടെണ്ണത്തിന് ഇനി വീഡിയോയില് ഇവർ രണ്ടാളുണ്ടാവും. അതെ, ആ പൂച്ച പോയതിന് ഭയങ്കര വിഷമമുണ്ട് ഞങ്ങൾക്ക്. നെഞ്ഞിന്റെ പോലെ കിടന്നുറങ്ങുണ്ടായി. നല്ല മനസ്സിന്റെ ഇത് ഇഷ്ടത്തിന് നമ്മൾ നല്ല എണങ്ങിയിട്ടുണ്ട്. പേര് ചിൻട്ടു മിൻട്ടു. ഇന്ന് ഗീത കുറച്ച് വേഗം വന്നതിന് വീടിന്റെ പണി തുടക്കാനും പിടിക്കാനെല്ലാം ഭയങ്കര ബിസിയാ. 2-3 ദിവസം ലേറ്റ് ആയിട്ട് വരുമ്പോ ഇതെല്ലാം പണിയെടുക്കാനാവില്ലേ. അങ്ങനെ കുറച്ച് ഇപ്പൊ വേഗം വന്നു അങ്ങനെ പണിയെല്ലാം തീർക്കാം. അപ്പൊ അമ്മനെ കാണാനായിട്ട് വന്ന് അദ്വയ്ക്ക് ഇവിടെ ഉണ്ട്. പാട്ടുകാര അദ്വയ്ക്ക് തനിയായിട്ട് വേറെ വന്നിട്ട് അമ്മ കാപ്പിയെല്ലാം കുടിച്ചിട്ടിരുന്നതാ. അതെപ്പാ, കാപ്പിയെല്ലാം കുടിച്ച് കടിയെല്ലാം കഴിച്ചു. അങ്ങനെ ഇരുന്ന് ദിവസമായി അമ്മ ഒരു പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ അമ്മനെ കാണാൻ വന്നതില് അമ്മ ഒരു പാട്ട് പാടട്ടെ. എന്റെ ഒപ്പം ഗീതയും പാടിക്കാം. പണ്ടേ 2 വരി പാട്ടായെങ്കിൽ നല്ല പാട്ട് പാടമ്മ പറഞ്ഞു. അതിന് കുട്ടികളുടെ കൂടെ കൂടിനെ. കൊട്ടപ്പാക്കും കൊളുന്ത് വെത്തല് പോട്ടാവായി സേവക്കും നീയും മച്ചിനി നാനും ചേർന്നാതൂൾ പറക്കും ചുണ്ണാമ്പ് വേണം നാനും ചവക്ക മാപ്പല്ല വേണം. നാക്ക് ചവക്ക ചുണ്ണാമ്പ് വേണം നാനും ചവക്ക മാപ്പല്ല വേണം. കൊട്ടപ്പാക്കും കൊളുന്ത് വെത്തല് പൊട്ടാവായി ചവക്കും മച്ചാനിയും മച്ചിനി നാനും ചേർന്നാതൂൾ പറക്കും. സൂപ്പറല്ലേ, സൂപ്പറല്ലേ പാട്ട്. അടിപൊളിയായിട്ടുണ്ടായി. 2 വരിയാണല്ലോ നല്ല പാട്ട്. പഴയ പാട്ടല്ലേ. അമ്മന്റെ കൂടെ കൂടിയിട്ട് പാടിയപ്പാ. 2 വരി അങ്ങ് 2 വരി അമ്മന്റെ പാട്ട് കേൾക്കണം പറഞ്ഞിട്ട്. ഇന്ന് കേട്ട പാട്ട് നാളെ കേൾക്കൂന്ന് പറയാൻ പറ്റൂലല്ലേ. അപ്പൊ മക്കള് പറഞ്ഞതിന് കൂടെ കൂടിയിട്ട് ഒരു പാട്ട് പാടി. അങ്ങനെ അമ്മേന്റെ അടുത്ത് വന്ന് ഒരു പാട്ടെല്ലാം പാടിച്ച്. പിന്നെ അമ്മ എല്ലാരും മക്കള് എന്നെ കാണാണ്ട് ഇപ്പൊ തെരഞ്ഞുണ്ടാവൂ. അമ്മ ഇപ്പൊ ചെറിയ എമൗണ്ട് എടുത്ത അമ്മ ഉള്ളത്. അമ്മ ലേസം സുഖം ഇല്ലാണ്ട് കിടക്കുമ്പോ അവിടെ അടുത്ത് ആരും ആളില്ല. ഇവരെല്ലാം പണിക്ക് പോവൂ. ഇവിടെ അങ്ങ് ആളുണ്ടാവും. അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ നിന്ന് ഏടിയാങ്കും മക്കളുടെ വീട്ടില് നിക്കണ്ടി അതേയല്ലേപ്പാ. പിന്നെ വീഡിയോയില് കാണാ നിങ്ങക്ക്. ഇവിടെയും കാണാ അവിടെയും കാണാ. ചെറിയ മുണ്ടെടുത്തും കാണാ. അവിടെ വന്നാ അവിടുന്നും കാണാ. എല്ലായിടത്തുനിന്നും എന്നെ കാണാ. എനക്കും നിങ്ങളുടെ എല്ലാം ചോദിക്കുന്ന കൊണ്ട് സന്തോഷം നിറഞ്ഞു പോയി. എല്ലാവർക്കും ആയിണ്ട് കേൾക്കണമെന്നുണ്ടല്ലേ. ഒരു ശിവന്റെ ചെറിയ ഒരു പാട്ടുണ്ട്. അത് ഞാൻ പാടാ. പഴയ പാട്ടാണ്. പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡ സൗഖ്യമാ இருக்கும் இடத்தில் இருந்து கொண்டால் எல்லாம் சவிக்கமே. கருடன் சொன்னது அதில் அர்த்தம் உள்ளது. பரமசிவன் கழுத்தில் இருந்து பாம்பு கேட்டது கருடா சவிக்கமா. இருக்கும் இடத்தில் இருந்து கொண்டால் எல்லாம் சவிக்கமே. கருடன் சொன்னது അതില് അർത്ഥം ഉള്ളത്. പരമശിവന്റെ കഴുത്തില് അതെ എങ്ങനെ അറിയോ,
പരമശിവന്റെ കഴുത്തിലുള്ള കൊണ്ട് പറക്കുന്ന ഗരുഡൻ അത് ചോദിക്കും അത്രേ, ഗരുഡ നീ സൗഖ്യയാന്ന്. അപ്പൊ ഗരുഡൻ പറയല്, നീ ഇരിക്കുമിടത്തിൽ ഇരുന്ന് കൊണ്ടാൽ എല്ലാം സൗഖ്യമേ എന്ന് ഗരുഡൻ പറയുന്നുണ്ട്. അതിൽ അർത്ഥമുണ്ട്. അവരവര് ഇരിക്കുന്നിടത്ത് ഉണ്ടായെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആ കയത്ത് വിട്ടിട്ട് പാമ്പ് ഇറങ്ങിയിട്ടുണ്ടായെങ്കിൽ ഇത് കൊത്തി കൊണ്ടുപോയിട്ട് ചീന്ത് കളയും അല്ലേ. അതാണ് ഒരു അർത്ഥമുള്ളത്. പഴയ പാട്ടാണ്, 4 വരി അങ്ങും. അത് നല്ല പാട്ട് മക്കളെ, നല്ല ഉണ്ടായല്ലേ. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. അതെ, ബൈ. ബൈ.